ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു കുഞ്ഞ് റോബോ ആണ് ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി റോബോ ആണ് ഇത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിലുള്ള സ്ഥലങ്ങളെല്ലാം കൊണ്ട് നിർമ്മിക്കാം. അപ്പോൾ കുട്ടികൾക്ക് എക്സിബിഷനിലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ അറിയുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനായി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ഗിയർ മോട്ടറാണ് വേണ്ടത്. ഇത് ഇലക്ട്രോണിക് കടകളിലൊക്കെ കിട്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയും നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താവുന്നതാണ്. ഇത് ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ പോയി ഓർഡർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 ഗിയർ മോട്ടറും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം മോട്ടറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് നിൽക്കുന്ന മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗണ്ണില്ല പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഗ്ലൂ ഗണ്ണില്ലെങ്കിൽ ഫെവിക്വിക്കായാലും മതി. നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കുന്ന പശ വേണം, അത്രയേ ഉള്ളൂ. ഗ്ലൂ ഒട്ടിക്കുന്ന സമയത്ത് മോട്ടറിലേക്ക് ആകരുത്, അതാകാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ചുറ്റും ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഷേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വയറോ കമ്പിയോ എടുത്ത് മോട്ടർ ഇതേപോലെ ഒന്ന് കെട്ടിവെക്കണം. മോട്ടറുകൾ തമ്മിൽ ചെറുതായിട്ട് ഒന്ന് ഇളകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോട്ടറുകൾ തമ്മിൽ ഇതേപോലെ കെട്ടിവെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്ത് ഒരു ബോക്സ് വരച്ചെടുക്കണം. മോട്ടറുകൾ തമ്മിലുള്ള വീതിക്കനുസരിച്ചാണ് നമ്മൾ ബോക്സ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മാക്സിമം ഒരു ചെറിയ ബോക്സ് വരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ ബോക്സ് വരച്ചെടുത്ത ശേഷം അത് കത്രിക ഉപയോഗിച്ച് നമുക്ക് വെട്ടിയെടുക്കണം. നമ്മൾ വരച്ച ബോക്സിൻ്റെ അളവിൽ ഇതേപോലെ 3 പീസ് വെട്ടിയെടുക്കണം. അതിൽ ഒരു പീസിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കത്രിക ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കണം. ഇത് ഒരു ബോക്സ് ഉണ്ടാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് എടുത്ത് അതിൻ്റെ എൻഡിലായിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ചെറിയൊരു പീസ് എടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം തൊട്ടടുത്ത സൈഡിൽ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ അടുത്തൊരു പീസ് എടുത്ത് അതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് 2 മോട്ടറുകളിലുമായി വയർ കണക്ട് ചെയ്ത് വെക്കണം. ചെറിയ നീളമുള്ള വയറുകൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 2ാമത്തെ മോട്ടറിലും വയർ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ മോട്ടറിൻ്റെ വയറുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ആ മോട്ടറിൻ്റെ വയറുകൾ തമ്മിലൊന്ന് കൂട്ടിപ്പിടിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ ബോക്സ് ഇതേപോലെ വെച്ചു. ഇനി നമ്മൾ ബോക്സിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു മോട്ടർ മാത്രം ആ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മോട്ടർ മാത്രമേ ഒട്ടിക്കാൻ പറ്റൂ. 2 മോട്ടറും കൂടി ഒട്ടിക്കരുത്. കാരണം 2 മോട്ടറും കൂടി ഒട്ടിച്ചാൽ മോട്ടർ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മളങ്ങനെ മോട്ടർ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്ക് ആ ബോക്സ് ഒന്ന് മൂടണം. അതിന് വേണ്ടി ബോക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ബോക്സിൻ്റെ പീസ് എടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ബോക്സിൻ്റെ ഈ അറ്റത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക, കാരണം ഒരിക്കലും വിട്ടു പോകരുത്. അതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്ത ആ വയറിലും ഇതേപോലെ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ബോക്സ് മൂടാനായിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സ്ക്വയർ വരച്ചെടുത്ത ശേഷം ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത് ഇതേപോലെ ബോക്സിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് റോബോട്ടിൻ്റെ കഴുത്ത് ഉണ്ടാക്കിയെടുക്കണം. അതിനായി നീളത്തിൽ ഇതേപോലെ കാർഡ്ബോർഡ് ഷീറ്റ് വെട്ടിയെടുത്ത് ഇതേപോലെ സ്ക്വയറായി മടക്കി കൊടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ സ്ക്വയറായി മടക്കിയ ശേഷം ഒരു കത്രിക ഉപയോഗിച്ച് ബാക്കി നിൽക്കുന്ന ഭാഗം വെട്ടിമാറ്റുക. അതിനുശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, റോബോട്ടിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ആ ബോക്സിന് മുകളിലായിട്ട് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ ഇതേപോലെ കഴുത്ത് ഒട്ടിച്ചു കൊടുക്കുക.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് റോബോട്ടിൻ്റെ ഒരു തലയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഇതേപോലെ വെട്ടിയെടുത്ത് അതും ഇതേപോലെ സ്ക്വയറിൽ മടക്കിയെടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ഒരു ഐഡിയയിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ ഇതേപോലെ സ്ക്വയറിൽ മടക്കി കൊടുത്ത ശേഷം ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുക. ഗ്ലൂ ഒട്ടിച്ച് കൊടുത്ത ശേഷം നമ്മൾ ആ ബാക്കി നിൽക്കുന്ന ഭാഗം ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ബോക്സിൻ്റെ 2 സൈഡും നമ്മൾ അടച്ചു കൊടുക്കണം. നമ്മൾ അതിന് അടച്ചു കൊടുക്കാനുള്ള അളവിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ പീസ് വെട്ടിയെടുത്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും അതേപോലെ ഒട്ടിക്കണം. അതിന് നമ്മൾ അതേപോലെ മറ്റൊരു പീസ് എടുത്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നന്നായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ റോബോട്ടിൻ്റെ തലയെടുത്ത് അതിൽ ഒട്ടിച്ച് വയ്ക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റായാലും മതി. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്ക് എടുത്ത് ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ റോബോട്ടിൻ്റെ കാലുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, മോട്ടറിൻ്റെ താഴെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ സ്റ്റിക്ക് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഗ്ലൂ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, വിടരുത്. അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ മോട്ടറിൻ്റെ താഴെയായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ മറ്റൊരു സ്റ്റിക്ക് എടുത്ത് ആ മോട്ടറിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇനി നമ്മൾക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സ്വിച്ചാണ്. സ്വിച്ചിൽ നമ്മൾ ഒരു വയറ് കണക്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് കൂട്ടിപ്പിരിച്ച് വെച്ചാൽ മതി. അങ്ങനെ സ്വിച്ചിൽ വയറ് കണക്ട് ചെയ്ത ശേഷം നമുക്കതൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇനി ഒരു ബാറ്ററി ഒട്ടിച്ചെടുക്കാൻ വേണ്ടി റോബോട്ടിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു ബാറ്ററി ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ ബാറ്ററി എടുത്തിരിക്കുന്നത് 1.2 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബാറ്ററി ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്വിച്ച് കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ സ്വിച്ച് കണക്ട് ചെയ്തിരുന്ന ഒരു വയർ മോട്ടറിലുമായി കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്വിച്ചിലെ വയർ മോട്ടറിൽ കണക്ട് ചെയ്ത ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററിയിലെ ഒരു വയർ എടുത്ത് സ്വിച്ചിൽ കണക്ട് ചെയ്ത് വെക്കുക. വയറൊന്ന് ജസ്റ്റ് കൂട്ടിപ്പിരിച്ച് വെച്ച ശേഷം നമ്മൾ ആ വയറൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ആ സ്വിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിനായി റോബോട്ടിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സ്വിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്കിനി ഒരു വയർ കൂടി കണക്ട് ചെയ്യണം. ബാറ്ററിയിലെ ഒരു വയർ മോട്ടറിൻ്റെ ഒരു വയറുമായി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് വേണ്ടത് 2 ഐസ്ക്രീം സ്റ്റിക്ക് വേണം. ഇത് നമ്മൾ റോബോട്ടിൻ്റെ കൈയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സ്റ്റിക്കിൽ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം നമ്മൾ റോബോട്ടിൻ്റെ കൈ സെറ്റ് ചെയ്യാനായി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റിക്ക് എടുത്ത് ചരിച്ച് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ റോബോട്ടിൻ്റെ ഓപ്പോസിറ്റും ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ മറ്റൊരു സ്റ്റിക്ക് എടുത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, റോബോട്ടിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്റ്റിക്ക് എടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം റോബോട്ടിൻ്റെ ഓപ്പോസിറ്റും ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് റോബോട്ടിൻ്റെ ബാക്കിലും ഇതേപോലെ ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കണം. എന്തിനെങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ റോബോട്ട് വീഴാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എങ്ങനെ റോബോട്ട് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് നടത്തിച്ച് നോക്കാം.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.